ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും പഠനത്തിന്റെ തിരക്കിലായിരിക്കും അല്ലേ? നമ്മൾ SCERTന്റെ ആ ഒരു പുതിയ പാഠങ്ങളുടെ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ NCERTന്റെ ടോപ്പിക്സ് ആണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, NCERTയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ഏരിയ ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഓരോന്നായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്ര മന്ത്രിസഭ, ഗവർണർ, മുഖ്യമന്ത്രി, ഇതൊക്കെ കൃത്യമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ, കാര്യങ്ങളൊക്കെ ഇന്ന് തുടങ്ങി വെക്കാം. ഇനി അടുത്ത ഓരോ ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഈ ടോപ്പിക് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതായത് NCERTയിലെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കൂടെ ഉണ്ടാവുന്നതായിരിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കാം, രാഷ്ട്രപതിയുടെ ചുമതലകളും പിന്നെ അധികാരങ്ങളും വിവേചന അധികാരങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഭരണഘടനയുടെ ഭാഗം 5 ആർട്ടിക്കിൾ 52 രാഷ്ട്രപതിയെ കുറിച്ച് പറയുന്നത് അല്ലെ? ഭാഗം 5 ആർട്ടിക്കിൾ 52 ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കറിയാം, ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് ആരുടെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ്? നമ്മുടെ പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് രാഷ്ട്രപതി. അല്ലെങ്കിൽ ഇങ്ങനെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, രാഷ്ട്രപതി തന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയിലൂടെയും പിന്നെ മന്ത്രിമാരിലൂടെയാണ് അല്ലെ? സൗണ്ടിനൊക്കെ ചെറിയൊരു മാറ്റമുണ്ട്, ചെറിയൊരു ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കൊരു സ്നിഫ് സൗണ്ട് നിങ്ങൾ കേൾക്കാം. അതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് എടുക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ? എന്താണ് രാഷ്ട്രപതിയുടെ, പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളൊക്കെ നമ്മുടെ NCERT ടെക്സ്റ്റിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ക്ലിയർ അല്ലേ? നോക്കാം. രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? രാഷ്ട്രപതിയുടെ ചുമതലകൾ, ഒന്നാമത്തെ മെയിൻ ചുമതല എന്താ? പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കൽ. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. എന്നാൽ മന്ത്രിമാർക്ക് വകുപ്പുകളൊക്കെ കൊടുക്കുന്നതോ അത് രാഷ്ട്രപതിയാണോ ചെയ്യുന്നത്? അല്ല. മന്ത്രിമാർക്ക് റാങ്കുകൾ കൊടുക്കുന്നതും, റാങ്കുകൾ എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് പദവി, സഹമന്ത്രി, ഉപമന്ത്രി എന്ന് പറഞ്ഞ റാങ്കുകൾ കൊടുക്കുന്നതും, അതേപോലെ ഓരോ മന്ത്രിമാർക്കും വകുപ്പുകൾ അനുവദിക്കുന്നതും ഒക്കെ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പൊ അങ്ങനെ പ്രധാനമന്ത്രി വകുപ്പും റാങ്കും ഒക്കെ പറഞ്ഞു വെച്ച ആളുകളെ അല്ലെങ്കിൽ മന്ത്രിമാരെ നിയമിക്കുന്ന മാത്രമാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? രാഷ്ട്രപതിയുടെ ഡ്യൂട്ടി. ഓക്കെ, അടുത്ത നോക്കുക. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കൽ. സുപ്രീം കോടതിയിലെ മാത്രമല്ല, ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും. അപ്പൊ നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമാണ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ രാഷ്ട്രപതിയാണ് നിയമിക്കുക, സുപ്രീം കോടതിയിലെ ജഡ്ജിനെയും രാഷ്ട്രപതിയാണ് നിയമിക്കുക എന്നുള്ള ആലോചിച്ചാൽ കിട്ടും. പക്ഷെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നമ്മൾ ഒരു തവണയെങ്കിലും ചിലപ്പോൾ എക്സാം ഹോളിൽ നിന്ന് ഗവർണറാന്നുള്ളത് ചിന്തിച്ചു പോകും അല്ലെ? എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും എക്സാം ഹോളിൽ എത്തുന്ന സമയത്ത് നമ്മൾ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ സഞ്ചരിച്ചു എന്ന് വരാം അല്ലെ? അപ്പൊ അതേപോലെ തന്നെ ഈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഓക്കെ, ഇനി സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ. എല്ലാ സേനകളുടെയും തലവനായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ്. ഓർമ്മിച്ചു വെക്കുക കേട്ടോ. എല്ലാ സേനകൾക്കും അതിൻ്റെതായിട്ടുള്ള തലവൻ ഉണ്ടാവും. എന്നാൽ എല്ലാ സേനകളുടെയും തലവനായിട്ട് നിൽക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇനി രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോകസഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ ഉണ്ട് അല്ലെ ഇപ്പൊ? എന്നാൽ ലോകസഭയിലേക്ക് ഈ 2 അംഗങ്ങളെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഇപ്പം 104 ഭേദഗതി വഴി എന്ത് ചെയ്തു? ഒഴിവാക്കി. അതായത് 104 ഭേദഗതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 104 ഭേദഗതിയിലാണ് ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ ലോകസഭയിലേക്കും നിയമസഭയിലേക്കുള്ള ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ നിർത്തലാക്കിയ ഭേദഗതിയാണ് ഏത്? 104 ഭേദഗതി എന്ന് പറയുന്നത്. അപ്പൊ ഇത് അതിന്റെ മുന്നേയുള്ള ടെക്സ്റ്റ് ബുക്കാണ്, അതുകൊണ്ടാണ് ഇതിന്റെ അകത്ത് എന്ത് ചെയ്യുന്നത്, ഈ കാര്യം മാറ്റാത്തത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ ഏതൊക്കെ മേഖലയെന്ന? കല, ശാസ്ത്രം, സാഹിത്യം, സാമൂഹ്യ രംഗം അല്ലെ? പിന്നെ സ്പോർട്സ് എന്നൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഏതൊക്കെയാണ്? കല, ശാസ്ത്രം, സാഹിത്യം, സാമൂഹ്യ രംഗം. ഈ മേഖല എന്നൊക്കെയുള്ള പ്രമുഖരെയാണ് എന്ത് ചെയ്യുന്നത്? ഈ 12 പേരായിട്ട് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത്. ഇനി പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകല്, പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കല് അല്ലെ? ഇതൊക്കെ ആര് ചെയ്യുന്ന ഡ്യൂട്ടിയാണ്? ആരുടെ ഡ്യൂട്ടിയാണ്? രാഷ്ട്രപതിയുടെ ഡ്യൂട്ടിയാണ്. ഇനി ആവശ്യമായി വന്നാൽ രാജ്യത്ത്
അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും പിൻവലിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. ഓർമ്മിച്ച് വെക്കട്ടെ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും പിൻവലിക്കുന്നതും അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതും ഒക്കെ ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. ഇനി ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും ഒക്കെ ഉള്ള ഒരു അധികാരമാണ് എന്ത്? പൊതുമാപ്പധികാരം എന്ന് പറയും. രാഷ്ട്രപതിയുടെ പൊതുമാപ്പധികാരം പറയുന്ന ആർട്ടിക്കിളാണ് 72. ഗവർണറുടെ പൊതുമാപ്പധികാരം പറയുന്ന ആർട്ടിക്കിളാണ് 161. അപ്പം രാഷ്ട്രപതിക്കും ഗവർണർക്കുള്ളൊരു പൊതുമാപ്പധികാരം. എന്താ പൊതുമാപ്പധികാരം എന്ന് പറഞ്ഞാല് ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള അധികാരത്തിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പൊതുമാപ്പധികാരം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? രാഷ്ട്രപതിയുടെ ഡ്യൂട്ടിയാണ്. എന്നാൽ രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ പറയുന്ന സമയത്ത് നമുക്കറിയാം ആർട്ടിക്കിൾ 74 പറയുന്നുണ്ട്. എന്താ ആർട്ടിക്കിൾ 74 പറയുന്നത്? പ്രധാനമന്ത്രിനെയും മറ്റു മന്ത്രിമാരെ അല്ലെ, അതായത് രാഷ്ട്രപതിയുടെ സഹായത്തിനായി പ്രധാനമന്ത്രി തലവനായിട്ടുള്ളൊരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 74. ഒന്നും കൂടെ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. രാഷ്ട്രപതിയുടെ സഹായത്തിനായി പ്രധാനമന്ത്രി തലവനായിട്ടുള്ളൊരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതും, പിന്നെ അതേപോലെ തന്നെ ആ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചായിരിക്കണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 74. അപ്പൊ ആക്ച്വലി ഇവിടുത്തെ കാര്യനിർവഹണ വിഭാഗം, ആക്ച്വലി ഇവിടുത്തെ ഭരണം ആരുടെ കയ്യിലാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രിന്റെയും മന്ത്രിമാരുടെയും കയ്യിലാണ്. ഒരു ആലങ്കാരിക എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു നാമമാത്രമായിട്ടുള്ള ഒരു പദവിയായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എന്തുള്ളത്, അല്ലെങ്കിൽ ഒരു പാർലമെന്ററി സമ്പ്രദായത്തിൽ രാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രത്തലവൻ എന്ന് പറഞ്ഞ പദവിയുള്ളത് അല്ലെ. ഇവിടെ നോക്കി വെക്കാം രാഷ്ട്രപതിയുടെ അധികാരങ്ങള്. പ്രസിഡന്റിന്റെ അധികാരങ്ങൾ ഭരണഘടനയിൽ പലയിടത്തായി വിശദീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി നാമമാത്ര രാഷ്ട്രത്തലവനും പ്രധാനമന്ത്രി ഗവൺമെന്റിന്റെ യഥാർത്ഥ തലവനുമാണ്. രാഷ്ട്രപതി എന്ന് പറയുന്നത് നാമമാത്രമായിട്ടുള്ള ഒരു തലവനാണെന്നാണ് പറയുന്നത്. എന്നാൽ ആക്ച്വൽ ഭരണമൊക്കെ ആരുടെ കയ്യിലാണുള്ളത്? പ്രധാനമന്ത്രിയുടെ കയ്യിലാണ്. പ്രധാനമന്ത്രിയും മന്ത്രിസഭയും അടങ്ങുന്നതാണ്, നോക്കിയേ, പ്രധാനമന്ത്രിയും മന്ത്രിസഭയും അടങ്ങുന്നതാണ് യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗം. നോക്കിയേ, ഔപചാരികമായി രാഷ്ട്രപതിക്ക് വളരെയധികം ചുമതലകളും അധികാരങ്ങളും ഉണ്ട്. ഇവയെ കാര്യനിർവഹണം, നിയമനിർമ്മാണം, നീതിന്യായം, അടിയന്തരാധികാരങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. ചില അധികാരങ്ങൾ എങ്ങനെയാണ്? കാര്യനിർവഹണ അധികാരങ്ങളാണ്. ചിലത് നിയമനിർമ്മാണ അധികാരം. ഇപ്പൊ ബില്ലിൽ ഒപ്പുവെക്കുന്നതൊക്കെ എന്താ? നിയമനിർമ്മാണ അധികാരത്തിൽ വരുന്നതാണ്. ചിലത് നീതിന്യായ അധികാരങ്ങളാണ്. ചിലത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതൊക്കെ എന്താ? അടിയന്തര അധികാരങ്ങൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് ആര് പ്രവർത്തിക്കുന്നത്? രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന്റെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കാം. അതായത് ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി, അധിക കാര്യങ്ങളും രാഷ്ട്രപതി ചെയ്യുക ആരുടെ നിർദ്ദേശം അനുസരിച്ചാ? മന്ത്രിസഭ പറയും, രാഷ്ട്രപതി അതിനനുസരിച്ച് പ്രവർത്തിക്കും. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ. എന്നാൽ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ രാഷ്ട്രപതിക്ക് ആ കാര്യത്തിൽ മന്ത്രിസഭയോട് ഒന്നും ചോദിക്കാതെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാം. ഇങ്ങനെ രാഷ്ട്രപതിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിവേചന അധികാരങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് വിവേചനം എന്ന് പറയുന്നത് വിവേചന ബുദ്ധി ഉപയോഗിച്ച് രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ആയതുകൊണ്ടാണ്. ക്ലിയർ അല്ലേ? അപ്പം നമ്മളിപ്പം ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആയിരിക്കും രാഷ്ട്രപതിക്ക് ഒരു അധികാരവും ഇല്ലാന്ന് അല്ലെ. പക്ഷെ രാഷ്ട്രപതിക്ക് ഈ വിവേചന അധികാരങ്ങൾ തന്നെ എന്തുണ്ട്? നല്ല ഡീപ്പായിട്ടുള്ള പവേഴ്സ് ആയിട്ടാണ് ഭരണഘടന കൊടുത്തിട്ടുള്ളത്. നോക്കാം രാഷ്ട്രപതിയുടെ വിവേചന അധികാരങ്ങൾ എന്തൊക്കെയാണ്. ഭരണഘടനാപരമായിട്ട് പ്രസിഡന്റിന് മന്ത്രിസഭയിൽ നിന്നും എല്ലാ തീരുമാനങ്ങളെ കുറിച്ചും അറിയുവാനുള്ള അധികാരമുണ്ട്. അപ്പം ഭരണഘടനാപരമായിട്ടുള്ള രാഷ്ട്രപതിയുടെ ഒരു അധികാരമാണെന്ത്? മന്ത്രിസഭ എന്ത് തീരുമാനം എടുത്താലും അത് ആരെ അറിയിക്കണം? പ്രസിഡന്റിനെ അറിയിക്കണം. അതൊരു നിയമം നിർമ്മിക്കുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഒരു രാജ്യത്തിനെ സംബന്ധിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് പ്രധാനമന്ത്രി ആരെ അറിയിക്കണം? രാഷ്ട്രപതിനെ അറിയിക്കേണ്ടതാണ്. ഓക്കെ. അപ്പൊ ഈ മന്ത്രിസഭയും രാഷ്ട്രപതിയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് ആരെന്ന് പറയുന്നത്? പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ രാഷ്ട്രപതി അറിയിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. രാജ്യത്തെ സംബന്ധിക്കുന്ന കാതലായ വിഷയങ്ങളിൽ പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മന്ത്രിസഭയെ അറിയിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും
മന്ത്രിസഭേനെ സ്വന്തം അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം, രാഷ്ട്രപതിക്ക് അറിയിക്കാൻ വേണ്ടി കൊണ്ട് സാധിക്കും. നോക്കിയേ ഇവിടെ 3 പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ വിവേചനാധികാരം ഉപയോഗിക്കാം. 3 സാഹചര്യങ്ങളാണ് പറയുന്നത്. വിവേചനാധികാരം ഉപയോഗിക്കുന്ന 3 സാഹചര്യങ്ങളാണ് പറയുന്നത്. നോക്കാം 3 സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്. 1, മന്ത്രിസഭ നൽകിയ ഉപദേശം തിരിച്ചയക്കുവാനും അത് പുനഃപരിശോധിക്കുവാനും മന്ത്രിസഭയോട് ആവശ്യപ്പെടാൻ രാഷ്ട്രപതിക്ക് കഴിയും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ആർട്ടിക്കിൾ 74 പ്രകാരം മന്ത്രിസഭയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ആര് പ്രവർത്തിക്കുന്നത്, രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത്, അല്ലെ. എന്നാ ചില സാഹചര്യങ്ങളിൽ ഇപ്പൊ രാഷ്ട്രപതിക്ക് തോന്നുകയാണ് ഈ മന്ത്രിസഭ നൽകിയിട്ടുള്ള ഈ ഒരു ഉപദേശം നടപ്പിലാക്കിയ രാജ്യത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് ഈ പല വിഭാഗത്തിനെയും ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഈ ഒരു ഇതിലുണ്ട്. അപ്പൊ രാഷ്ട്രപതിക്ക് തന്റെ അതൃപ്തി അറിയിക്കാൻ വേണ്ടി കൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഉപദേശം തിരിച്ച് മന്ത്രിസഭയിലേക്ക് തന്നെ അയക്കാം. പക്ഷെ അത് ഭയങ്കര പരിമിതമായിട്ടുള്ളൊരു അവകാശമാണ്, അല്ലെങ്കിൽ ഒരു അധികാരമാണ്. കാരണം ആ ഉപദേശം രാഷ്ട്രപതി അങ്ങോട്ട് മന്ത്രിസഭയിലേക്ക് അയച്ചു കഴിഞ്ഞ് മന്ത്രിസഭ വീണ്ടും രാഷ്ട്രപതിക്ക് അയച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതി എന്ത് ചെയ്യണം, അതനുസരിച്ച് പ്രവർത്തിച്ചേ മതിയാവുള്ളൂ. മനസ്സിലായോ? അപ്പൊ എന്താ പറയുന്നത്, മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധിക്കാനുള്ള അധികാരം ആർക്കുണ്ട്, പുനഃപരിശോധിക്കാൻ വേണ്ടിക്കൊണ്ട് തിരിച്ച് മന്ത്രിസഭയിലേക്ക് അയക്കാനുള്ള അധികാരം ആർക്കുണ്ട്, രാഷ്ട്രപതിക്കുണ്ട്. അതാണ് 1ാമത്തെ വിവേചനാധികാരം. നോക്കാം. 1ാമതായി മന്ത്രിസഭ നൽകുന്ന ഉപദേശം പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. മന്ത്രിസഭയുടെ ഉപദേശങ്ങളിൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പിഴവുകളോ കണ്ടെത്തുകയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഉത്തമ താല്പര്യത്തിന് വിരുദ്ധമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തുന്ന സമയത്തൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഉപയോഗിക്കുന്നത്. മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടാൻ രാഷ്ട്രപതിക്ക് കഴിയും. എന്നിരുന്നാലും പ്രസ്തുത ഉപദേശം മന്ത്രിസഭ വീണ്ടും നൽകിയാൽ നടപ്പിലാക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനാണ്. അപ്പൊ മന്ത്രിസഭയിലേക്ക് തിരിച്ചയച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭയ്ക്ക് പിന്നെ 2 ഓപ്ഷനാണുള്ളത്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇങ്ങോട്ട് അയക്കാം, അല്ലെ. അല്ലെങ്കിലോ അത് അതേപോലെ തന്നെ തിരിച്ചയക്കാം. ഇങ്ങനെ 2 രീതിയിൽ ചെയ്യുകയാണെങ്കിലും രാഷ്ട്രപതി എന്ത് ചെയ്യണം, ആ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ഇനി പുനഃപരിശോധനയ്ക്കായുള്ള രാഷ്ട്രപതിയുടെ അഭ്യർത്ഥനയ്ക്ക് സ്വാഭാവികമായും വലിയ പരിഗണന ലഭിക്കാറുണ്ട്. അതായത് രാഷ്ട്രപതി സാധാരണയായിട്ട് ചെയ്യുക എന്താ, മന്ത്രിസഭയിൽ നൽകുന്ന ഉപദേശം അതേപോലെ തന്നെ അനുസരിച്ചിട്ട് അത് പാസ്സാക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇങ്ങനെ തിരിച്ചയച്ചു കഴിഞ്ഞാൽ അതിൽ എന്ത് ലഭിക്കും, വല്ലപ്പോഴും മാത്രമേ തിരിച്ചയക്കുള്ളൂ. അപ്പൊ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളതുകൊണ്ട് അതിലൊരു പരിഗണന ലഭിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ 1ാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, മന്ത്രിസഭ നൽകുന്ന ഉപദേശം തിരിച്ചയക്കാനുള്ള അധികാരം എന്ത്, 1ാമത്തെ വിവേചനാധികാരം. 2ാമത്തെ അധികാരം നോക്കിയേ. ധനബില്ലുകൾ ഒഴികെയുള്ള ബില്ലുകൾക്ക് പ്രസിഡന്റിന് അംഗീകരിക്കുകയോ അംഗീകാരം നൽകാതെ പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കുകയോ ഒപ്പുവെക്കാതെ കൈവശം വെക്കുകയോ ചെയ്യാം. നമുക്കറിയാം ഇതിനെ നമ്മൾ എന്താ പറയാ, വീറ്റോ അധികാരം എന്നാണ് പറയാം, അല്ലെ. വീറ്റോ അധികാരത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 111. നോക്കാം. 2ാമത്തെ കാര്യം എന്താ പറയുന്നത്, പാർലമെന്റ് പാസ്സാക്കി അയക്കുന്ന ബില്ലുകള് രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒന്നുകിൽ അത് പാർലമെന്റ് പാസ്സാക്കിയെങ്കിൽ ഒപ്പിട്ടിട്ട് രാഷ്ട്രപതിക്ക് പാസ്സാക്കാം. ഇല്ലെങ്കിലോ അത് തടഞ്ഞു വയ്ക്കുകയോ പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ കൈവശം വെക്കുകയോ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ 3 തരത്തിലുള്ള വീറ്റോയാണ്, ആബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ പോക്കറ്റ് വീറ്റോ ഒക്കെ എത്ര കാലം കൈവശം വെക്കാന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ എന്തിൽ പറയുന്നില്ല, ഭരണഘടനയിൽ പറയുന്നില്ല. നോക്കാം. 2ാമതായി പാർലമെന്റ് പാസ്സാക്കി അയക്കുന്ന ബില്ലുകൾ, ധനകാര്യ ബില്ലുകൾ ഒഴികെ കേട്ടോ, അതായത് ധനകാര്യ ബില്ലുകൾ ഇത് ചെയ്യാൻ വേണ്ടി കൊണ്ട് പാടില്ല, തടഞ്ഞു വെക്കുകയോ അനുമതി നിഷേധിക്കുകയോ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, പ്രസിഡന്റിനുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഇററാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള. പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലുകൾ നിയമമാവുന്നതിന് മുൻപ് രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം. നമുക്കറിയാം രാഷ്ട്രപതിക്ക് പുനഃപരിശോധനയ്ക്ക് വേണ്ടി ബില്ലുകൾ പാർലമെന്റിലേക്ക് അയക്കാനുള്ള വീറ്റോ അധികാരം പരിമിതമാണ്. കാരണം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരിച്ചയച്ച് വീണ്ടും സഭ ഇങ്ങോട്ട് രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ രാഷ്ട്രപതി എന്ത് ചെയ്യണം, അത് പാസ്സാക്കണം. എന്നാൽ രാഷ്ട്രപതിക്ക് ഒരു ബില്ല് എത്ര കാലം കൈവശം വെച്ചിരിക്കാമെന്നതിനെ കുറിച്ച് ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല. അതായത് രാഷ്ട്രപതിയുടെ മുന്നിൽ ഒരു ബില്ല് വന്നാൽ എത്ര കാലം കൈവശം വെച്ചിരിക്കുക എന്നുള്ള കാര്യം, അല്ലെങ്കിൽ പോക്കറ്റ് വീറ്റോന്റെ കാലാവധി ഒന്നും ഇന്ത്യയിൽ പറയുന്നില്ല, ഭരണഘടനയിൽ പറയുന്നില്ല. അതായത് പ്രസിഡന്റിന് പാർലമെന്റ് പാസ്സാക്കി അയക്കുന്ന ബില്ല് എത്ര കാലം വേണമെങ്കിലും കൈവശം വെക്കാം. ഇത് മറ്റൊരു രീതിയിൽ വീറ്റോ അധികാരം പ്രയോഗിക്കാൻ അവസരം നൽകി. ഇത് എന്താ അറിയപ്പെടുന്നത്, പോക്കറ്റ് വീറ്റോ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒന്നും ചെയ്യുന്നില്ല, എന്ത് ചെയ്യുന്നു, പോക്കറ്റിൽ വെക്കുന്നു. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, പോക്കറ്റ് വീറ്റോ എന്ന് വിളിക്കുന്നത്. ഓക്കെ.
അപ്പൊ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു എന്താണ്, വീറ്റോ അധികാരാണ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്ക്, മൂന്നാമത്തെ വിവേചനാധികാരം. നമുക്കറിയാം ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ലോക്സഭ അധികാരത്തിൽ എത്തിക്കഴിയുന്ന സമയത്ത് ആരാണ് അവിടെ പ്രധാനമന്ത്രിയാവുന്നത്? സാധാരണയായിട്ട് ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവാണ് അവിടെ പ്രധാനമന്ത്രിയാവുന്നത്, അല്ലെ? അപ്പൊ ഭൂരിപക്ഷമുള്ള പാർട്ടി അവരെന്ത് ചെയ്യും? ഭൂരിപക്ഷം പ്രൂവ് ചെയ്യുകയും ചെയ്യും. അവരെ രാഷ്ട്രപതി പ്രധാനമന്ത്രിയാവാൻ വേണ്ടിക്കൊണ്ട് ക്ഷണിക്കുകയും ചെയ്യും, അല്ലെ? എന്നാല് ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്തോ അപ്പൊ എന്ത് ചെയ്യും? രണ്ടോ മൂന്നോ ആളുകളൊക്കെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കക്ഷികൾ ഞങ്ങൾ ഗവൺമെന്റ് രൂപീകരിക്കുക, ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട്, ഞങ്ങൾ പ്രൂവ് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതിയുടെ അടുത്തേക്ക് എത്തും. അപ്പൊ ഇതില് ഈ രണ്ടോ മൂന്നോ ഗവൺമെന്റ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കക്ഷികളിൽ ആരെ നമ്മുടെ പ്രധാനമന്ത്രി ആക്കണമെന്നും ഏത് കക്ഷിനെ സ്വീകരിക്കണമെന്ന് ആർക്ക് തീരുമാനിക്കാം? രാഷ്ട്രപതിക്ക് തീരുമാനിക്കാം. ഇത് എപ്പോഴേ പറ്റുള്ളൂ? ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ പറ്റുള്ളൂ. നോക്കാം നമുക്ക്. സാധാരണഗതിയിൽ ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ തലവനെയാണ് പ്രധാനമന്ത്രിയായി നിയമിക്കുന്നത്. എന്നാൽ ലോകസഭയിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ലാതാവുകയും രണ്ടോ മൂന്നോ നേതാക്കൾ ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്താൽ പ്രസിഡന്റിന് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് ഇഷ്ടമുള്ള ആളെ പ്രധാനമന്ത്രിയെ നിയമിക്കാം. എപ്പോഴാണ് അത് നടക്കുന്നത്? ലോകസഭയില് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിക്കൊണ്ട് കഴിയുള്ളൂ. ഭൂരിപക്ഷം ഉള്ള സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? രാഷ്ട്രപതിക്ക് അതിൽ ഒരു റോളും ഇല്ല. ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവ് തീരുമാനിക്കും ആര് പ്രധാനമന്ത്രി ആവണം എന്നൊക്കെ ഉള്ളത്. ഭൂരിപക്ഷം ഇല്ലാതിരിക്കുകയും ആ രണ്ടോ മൂന്നോ നേതാക്കൾ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ ആരെ പ്രധാനമന്ത്രിയായി നിയമിക്കണം എന്നുള്ളത് രാഷ്ട്രപതിക്ക് തീരുമാനിക്കാം. പക്ഷെ അവരെ നിയമിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, ഈ പ്രധാനമന്ത്രി എന്ത് ചെയ്യണം? അവിടെ ഭൂരിപക്ഷം ഉണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്യണം. അതായത് നമ്മൾ പറയാ വിശ്വാസ വോട്ട് നേടണം എന്നാണ്. അതായത് അവിടെ ഭൂരിപക്ഷം ഉണ്ടെന്നുള്ളത് ലോക്സഭയിലുള്ള ഭൂരിപക്ഷം അവർ പ്രൂവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ മൂന്നാമത്തെ വിവേചനാധികാരം എന്താ? ലോകസഭയിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അവിടെ ഇഷ്ടമുള്ള ആളെ പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള അധികാരത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? മൂന്നാമത്തെ വിവേചനാധികാരം. ഓക്കെ, നോക്കാം നമുക്ക്. രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് മൂന്നാമത്തെ വിവേചനാധികാരം ഉയർന്നു വരുന്നത്. സാധാരണയായി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ തലവനെയാണ് പ്രധാനമന്ത്രിയായി നിയമിക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ എന്ത് ചെയ്യേണ്ട? വിവേചനാധികാരം ഉപയോഗിക്കേണ്ട. രാഷ്ട്രപതിക്ക് അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമേ ഇല്ല, അല്ലെ? എന്നാൽ ലോകസഭയിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ലാതാവുകയും രണ്ടോ മൂന്നോ നേതാക്കൾ സഖ്യം രൂപീകരിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്താൽ, കുറെ ആളുകൾ മുന്നോട്ട് വരികയാണ്, ഞങ്ങൾ ഗവൺമെന്റ് രൂപീകരിക്കാൻ, ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട്, അപ്പൊ വേറൊരു പാർട്ടിയും വരുന്നു, ഞങ്ങൾ രൂപീകരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവരിൽ ആരെ തെരഞ്ഞെടുക്കണം എന്ന് ആർക്ക് തീരുമാനിക്കാം? അവിടെ രാഷ്ട്രപതിക്ക് തീരുമാനിക്കാം. ആരെ പ്രധാനമന്ത്രിയായി നിയമിക്കണമെന്ന് രാഷ്ട്രപതിക്ക് തീരുമാനിക്കാം. ഈ അവസരത്തിൽ രാഷ്ട്രപതി തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ലോക്സഭയിൽ ഭൂരിപക്ഷ പിന്തുണ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കക്ഷിയെ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എന്നിട്ട് ഇവർ എന്ത് ചെയ്യണം? ഈ പ്രധാനമന്ത്രി വിശ്വാസ വോട്ട് നേടിയിട്ട് അവിടെ ഭൂരിപക്ഷം ഉണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് വിവേചനാധികാരങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, മന്ത്രിസഭ നൽകുന്ന ഉപദേശം പുനഃപരിശോധനയ്ക്കായിട്ട് തിരിച്ചയക്കാനുള്ള അധികാരം. ഓക്കെ, പിന്നെ തിരിച്ചയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതനുസരിച്ച് പ്രവർത്തിക്കണം. രണ്ടാമത്തതോ വീറ്റോ അധികാരം, ബില്ലിൽ ഒപ്പുവെക്കാനും ഒപ്പുവെക്കാതിരിക്കാനും കൈവശം വെക്കാനും ഒക്കെ ഉള്ള അധികാരം. മൂന്നാമത്തതോ ലോക്സഭയിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് പ്രധാനമന്ത്രിനെ തിരഞ്ഞെടുക്കാനുള്ള അല്ലെങ്കിൽ ഏത് കക്ഷീനെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കണം എന്നൊക്കെ ഉള്ളതിന്റെ അധികാരമാണ് മൂന്നാമത്തെ അധികാരം. അങ്ങനെ 3 തരത്തിലാണ് എന്ത് പറയുന്നത്? വിവേചനാധികാരം പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കി വെക്കാം. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത്? നോക്കാം. ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാം. നമ്മൾ പറഞ്ഞു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എന്താ? രാഷ്ട്രപതി അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെ? രാഷ്ട്രപതിക്ക് അവിടെ റോളില്ല. എന്നാൽ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഏറ്റവും ഭൂരിപക്ഷമുള്ള കക്ഷിന് എന്ത് ചെയ്യാം? അതിലൊരാളെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കാം. അപ്പൊ ശരിയാണ്. മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. അതും എന്താണ്? വിവേചനാധികാരമാണ്. ലോകസഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കാം. ഞാൻ പറഞ്ഞു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവിടെ എന്തില്ല? രാഷ്ട്രപതി ഇടപെടേണ്ട ആവശ്യമേ ഇല്ല, അല്ലെ? അപ്പം ഇതെന്താ? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയോട് പറയുന്ന ആരാ? മന്ത്രിസഭയാണ്.
അല്ലെ? അത് രാഷ്ട്രപതി ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല. മന്ത്രിസഭയുടെ റിട്ടൺ റെക്കമെൻഡേഷൻ പ്രകാരമാണ് രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇനി പ്രഖ്യാപിച്ചാലും അത് പിന്നീട് നീണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? പാർലമെന്റിന്റെ അംഗീകാരം ഉണ്ടെങ്കിലേ നീണ്ടുപോവുകയും ചെയ്യുള്ളൂ. അതേപോലെ ഈ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ഇതൊന്നും എന്തല്ല, വിവേചനാധികാരമല്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതോ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതോ ഒന്നും എന്തല്ല, വിവേചനാധികാരത്തിൽ പെടുന്ന കാര്യമല്ല. അപ്പൊ ഇതും എന്തല്ല, ഈ 4ാമത്തെ കാര്യം എന്തല്ല, വിവേചനാധികാരമല്ല. അപ്പൊ നമ്മളോട് ചോദിച്ചെന്താ, ഇതില് പെടാത്തത് ഏത്? വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതൊക്കെയാ? 3ഉം 4ഉം ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഡിഗ്രി ലെവൽ എക്സാമിനാണ് ചോദിച്ചത്. പക്ഷെ ചോദ്യം വന്നിട്ടുള്ള എവിടുന്നാണ്? നമ്മളെ ഈ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ക്ലിയർ അല്ലേ? അപ്പം രാഷ്ട്രപതിയുടെ ചുമതലകളും രാഷ്ട്രപതിയുടെ വിവേചന അധികാരങ്ങളാണ് എന്ത് ചെയ്തത്, നമ്മൾ ഇന്ന് പഠിച്ചത്. നല്ല രീതിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. NCERT-ലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. ഒന്നും കൂടി എന്ത് ചെയ്യുക, ക്ലാസ് ഒന്ന് നല്ലൊരു സ്പീഡിൽ ഇട്ടിട്ടൊന്ന് കേട്ട് നോക്കുക. PDF-കൾ നമ്മളുടെ ലേൺ വിത്ത് കാവ്യ എന്ന് പറഞ്ഞ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോളുകൾ നിങ്ങൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക്